മറുകര കാണാതെ പരന്നു കിടക്കുന്ന കടലിൽ യാത്ര തിരിക്കുന്ന കപ്പലിന് വെളിച്ചം പകർന്നു നൽകുന്ന ലൈറ്റ് ഹൗസ് പോലെയാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. പലപ്പോഴും ജീവിതത്തിൻ്റെ നിലയില്ല കയങ്ങളിലേക്ക് നമ്മൾ താഴ്ന്നു പോകുമ്പോൾ എവിടെ എങ്ങനെ പിടിച്ചു നിൽക്കണമെന്നുള്ള ചിന്തയുമായിട്ട് നമ്മളൊക്കെ ഉഴലുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ താങ്ങായി, തണലായി, ശക്തിയായി, തുണയായി കടന്നു വരുന്നത് പരിശുദ്ധ അമ്മയാണ്. ആ അമ്മയെക്കുറിച്ചുള്ളൊരു ചെറിയ ധ്യാന ചിന്തയാണ് നമ്മളിന്ന് ചിന്തിക്കുക. മെയ് മാസം പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന മാസം, മെയ് മാസ വണക്കം. അമ്മയുടെ വണക്കത്തിൻ്റെ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 6-ാം തീയതി 5 ദിവസങ്ങൾ പൂർത്തിയായി. മെയ് മാസ വണക്കമൊക്കെ നമ്മൾ കുടുംബത്തിൽ ചൊല്ലുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ 5 ദിവസവും വ്യത്യസ്തങ്ങളായിട്ടുള്ള സംഭവ പരമ്പരകളാണ് ഈ വണക്കങ്ങളിൽ നമ്മൾ വായിക്കുക, ധ്യാനിക്കുക, അത്ഭുതത്തോടുകൂടി നമ്മൾ കേൾക്കുക. അങ്ങനെ ഈ മെയ് മാസം മുഴുവനും 31 ദിവസം വരെ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായിട്ടുള്ള സംഭവ പരമ്പരയാണ് വണക്കമാസത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുക. അത്രയധികമായി പരിശുദ്ധ അമ്മ ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, തൻ്റെ മകൻ്റെ സാന്നിധ്യം ഈ ലോകത്തിലേക്ക് നൽകുന്നുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ ഓരോ തെളിവുകളുമാണ് ഓരോ സംഭവമെന്ന് പറഞ്ഞു വയ്ക്കുക. അത് വെറും പാഴ്ക്കഥകളല്ല, കെട്ടുകഥകളല്ല, ആരും എന്തിനോ വേണ്ടി എഴുതി വച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളല്ല, മറിച്ച് എല്ലാം ഈ ലോകത്തിൽ സംഭവിച്ചതാണ്. സാക്ഷികളായിട്ടുള്ള ജനങ്ങൾ, വ്യക്തികൾ, വിശ്വാസികൾ അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിലെ വസ്തുത. അപ്പോൾ ഇന്നിൻ്റെ ഈ ഒരു ലോകത്തിൽ നമ്മളും ജീവിതയാത്ര മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രത്യേകിച്ച് മെയ് മാസ വണക്കം പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മളും യാത്ര തുടരുമ്പോൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഇന്ന് നാം ഓരോരുത്തരും ഈ IMS അമ്മയുടെ അടുത്ത് വന്ന് ഈ ഒരു ആലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്, ധ്യാനിക്കുവാനായിട്ട്, ഇവിടുത്തെ ശുശ്രൂഷകളിൽ പങ്കുചേരുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ മാത്രം അല്ലെങ്കിൽ എൻ്റെ മാത്രം ചിന്ത കൊണ്ടോ പ്രയത്നം കൊണ്ടോ സംഭവിച്ചതല്ല. മറിച്ച് ദൈവം ആഗ്രഹിച്ച്, പരിശുദ്ധ അമ്മയും ആഗ്രഹിച്ച് നിങ്ങളെ ഓരോരുത്തരെയും പേര് ചൊല്ലി ഈ വിളിച്ച് ഈ ദൈവസന്നിധിയിൽ എത്തിച്ചേർത്തിരിക്കുകയാണ്. ഒരുപക്ഷെ എത്രയോ പേര് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം ഇന്നിവിടെ നിന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്, പക്ഷെ സാധിച്ചു. പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ എങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ഇവിടെ അമ്മയുടെ സന്നിധിയിലിരുന്ന്, IMS അമ്മയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്, വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നുണ്ട്, ശുശ്രൂഷകളിൽ പങ്കുചേരുന്നുണ്ട് എങ്കിൽ അമ്മയും ഈശോയും നിങ്ങളെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ്. ഈ മാസം 31-ാം തീയതി പരിശുദ്ധ അമ്മയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ സന്ദർശന തിരുനാൾ. എലിസബത്ത് പുണ്യവതിയെ സന്ദർശിക്കാൻ പോയതാണ്. തൻ്റെ ചാർച്ചക്കാരി അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവളെ ശുശ്രൂഷിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ അമ്മയും ഗർഭവതി ആയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ജീവിത അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും മറ്റുള്ളവൻ്റെ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായിട്ട് പരിശുദ്ധമ്മ കാണിച്ച ഒരു മനോഭാവം, ആ മനോഭാവത്തെക്കുറിച്ചുള്ള വചനം നമുക്കൊന്ന് കേൾക്കാം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എത്രയോ സന്തോഷം നിറഞ്ഞ ഒരു വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്.
ഇവിടെ രണ്ട് വ്യക്തിത്വങ്ങൾ കണ്ടുമുട്ടുമ്പോൾ അതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ഒപ്പം തന്നെ ഉദരത്തിലായിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യവും അതുപോലെ തന്നെ സ്നാപക യോഹന്നാൻ്റെ സാന്നിധ്യവും. ഇവിടെ നമ്മൾ വിചാരിക്കും രണ്ട് വ്യക്തികൾ മാത്രമേ പ്രത്യക്ഷത്തിലുള്ളൂ എങ്കിലും അവിടെ മൊത്തത്തിൽ 5 പേരുണ്ടായിരുന്നു. ആ ഒരു കൂടിക്കാഴ്ചയിൽ സന്ദർശന സമയത്തിൽ 5 പേരുണ്ടായിരുന്നു. പരിശുദ്ധ മറിയം ഉണ്ടായിരുന്നു, എലിസബത്ത് പുണ്യവതി ഉണ്ടായിരുന്നു, സ്നാപക യോഹന്നാൻ ഉണ്ടായിരുന്നു, ഈശോ ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ പരിശുദ്ധാത്മാവും ഉണ്ടായിരുന്നു. നമ്മളെപ്പോഴെങ്കിലും ഈ ഒരു വചനഭാഗം വായിച്ച് ധ്യാനിച്ചപ്പോൾ ഈ 2 വ്യക്തിത്വങ്ങൾക്ക് അപ്പുറമായിട്ട് 3 പേരെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെയും ഓരോ കൂടിക്കാഴ്ചയിലും മറ്റുള്ളവരോടൊപ്പമുള്ള കൂടിക്കാഴ്ചയിലും അവിടെ നമ്മളെ കൂടാതെ അദൃശ്യരായി 2 വ്യക്തികൾ കൂടെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുണ്ട്, ഒപ്പം തന്നെ ഈശോയുണ്ട്. പരിശുദ്ധ അമ്മയും ഈശോയും ഉള്ളിടത്ത് അവിടെ വേറെ ഒരു വ്യക്തിയും ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പരിശുദ്ധാത്മാവുമുണ്ട്. അപ്പോൾ ഇതായിരിക്കണം നമ്മുടെയൊക്കെ ജീവിതമെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എലിസബത്തിനെ മറിയം സന്ദർശിക്കുവാനായിട്ട് ഇറങ്ങിത്തിരിച്ചപ്പോൾ അവരുടെ കുടുംബത്തിലുണ്ടായ വലിയ അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് സുവിശേഷകൻ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുക. അപ്പോൾ ഈ മെയ് മാസ വണക്കത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ആദിമ ക്രൈസ്തവ സഭയിൽ മെയ് മാസ വണക്കം എന്ന് പറഞ്ഞൊരു കാര്യം ഇന്ന് നടക്കുന്ന പോലെ നടന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി അവർ മെയ് മാസം കൊണ്ടാടിയിരുന്നു, പല രീതികളിൽ കൊണ്ടാടിയിരുന്നു. പക്ഷെങ്കിൽ ഒരു മെയ് മാസം വണക്കത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞു വെക്കുന്നത് ഏകദേശം 18-ാം നൂറ്റാണ്ടിൽ റോമിലാണ് ഇതിൻ്റെ ആരംഭം. റോമിൽ എങ്ങനെയാണ് ഇതിൻ്റെ ആരംഭമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈശോ സഭക്കാരായ വൈദികർ നടത്തിയിരുന്ന അറിയപ്പെടുന്ന ഒരു കോളേജ്. ആ കോളേജിൽ നമുക്കറിയാം, കോളേജിൽ പഠിക്കുന്നത് കൗമാരക്കാരായ യുവമിഥുനങ്ങളായ യുവാക്കന്മാരാണ്, കുട്ടികളാണ്, കോളേജ് കുട്ടികളാണ്. അപ്പോൾ കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ വിശ്വസ്തതയും അധാർമികതയും കടന്നു വന്നപ്പോൾ പരസ്പരമുള്ള വിശ്വാസമില്ലായ്മ, ഒപ്പം തന്നെ അധാർമികത എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള അധാർമികത, ഈ ലോകത്തിലുള്ള എല്ലാ മ്ലേച്ഛതയും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഈശോ സഭ അംഗമായ അവരുടെ കോളേജിലെ അധ്യാപകനുമായിരുന്ന ഫാദർ ലെറ്റോമിയ എന്ന് പറയുന്ന വൈദികൻ ഈ മക്കളെയൊക്കെ ഒന്ന് കർത്താവിലേക്ക്, ഈശോയിലേക്ക് ഒന്ന് ചേർത്ത് പിടിക്കുവാനൊരു ഉപായം കണ്ടുപിടിച്ചതാണ് ഈ വണക്കമാസത്തിൻ്റെ തുടക്കം എന്ന് പറഞ്ഞു വയ്ക്കുക. അപ്പോൾ ഈ അധാർമികതയിൽ നിബന്ധിച്ചു പോയ ഈ കോളേജ് വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൂട്ടുവാനായിട്ട് അദ്ദേഹം ചെയ്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മെയ് മാസം മുഴുവനും പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള കൊച്ചു കൊച്ചു ചിന്തകൾ ഇവരുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ ഈ മെയ് മാസം മുഴുവനും ഇവരോട് പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഈശോയെക്കുറിച്ചുമുള്ള കൊച്ചു കൊച്ചു ചിന്തകൾ പങ്കുവെച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഈ അച്ഛനെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയായിരുന്നു, ഫാദർ ലോററ്റോമിക്ക്. അങ്ങനെ അദ്ദേഹം ഈ ഒരു കാര്യം തൻ്റെ സഭാ അധികാരികളെ അറിയിക്കുകയും ആ കോളേജിൽ നിന്നും ഇവരുടെ തന്നെ ഈശോ സഭയിലുള്ള മറ്റ് കോളേജുകളിലേക്കും ഈ ഒരു മെയ് മാസ വണക്കത്തിൻ്റെ ആരംഭത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെയും പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഈശോ സഭയിലുള്ള, റോമിലുള്ള ഈശോ സഭക്കാർ നടത്തുന്ന ഓരോ കോളേജിലും എല്ലാ മെയ് മാസവും പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള കുറച്ച് ധ്യാന ചിന്തകളും ടോക്കുകളും ഒക്കെ ആയിട്ട് ഈ യുവമിഥുനങ്ങളായി നിൽക്കുന്ന കോളേജ് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അത് അവർക്ക് വിശുദ്ധിയിലേക്കുള്ള വലിയൊരു തെളിവായിട്ട് മാറ്റപ്പെടുകയായിരുന്നു. വിശുദ്ധിയിലേക്ക് നടക്കുവാനുള്ള വലിയൊരു അനുഗ്രഹമായിട്ട് അത് മാറ്റപ്പെടുകയായിരുന്നു. അങ്ങനെ ഈ യുവമിഥുനങ്ങളുടെ, കോളേജ് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം അത്ഭുതത്തിനും അപ്പുറമാണ് എന്ന് ഈ വൈദികൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഈ ഒരു അത്ഭുതത്തിൻ്റെ തുടർക്കഥ എന്നോണം മറ്റ് രൂപതകളിലേക്ക്, മറ്റ് ഇടവകകളിലേക്ക് ഇത് വ്യാപിപ്പിക്കുകയും അങ്ങനെ കത്തോലിക്ക സഭയിൽ മുഴുവനും ഈ പരിശുദ്ധ അമ്മയോടുള്ള ഈ മെയ് മാസ വണക്കത്തിൻ്റെ ആരംഭം കുറിക്കുകയും ചെയ്തു. തുടക്കം ഒരുപക്ഷെ മറ്റ് പല രീതികളിലുമായിരുന്നുവെങ്കിലും ഇന്ന് അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു രൂപമുണ്ട്. പക്ഷെ നമ്മളൊക്കെ ചിന്തിച്ചേക്കാം, എങ്ങനെയായിരുന്നു ഈ ഒരു മെയ് മാസ വണക്കം തുടങ്ങിയെന്ന് ചോദിച്ചാൽ ഇതാണ് അതിൻ്റെ ആരംഭം. 18-ാം നൂറ്റാണ്ടിൽ
റോമിൽ തുടങ്ങി വെച്ച ചെറിയൊരു കാര്യം, മക്കളെ നേർവഴിക്ക് നയിക്കുവാനായിട്ട് ഒരു വൈദികൻ തുടങ്ങി വെച്ച ഒരു കൊച്ചു കാര്യം ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ കുടുംബങ്ങളിൽ ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. മെയ് മാസം 1 മുതൽ 31 വരെ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി മാറ്റപ്പെട്ട് വെച്ചിരിക്കുന്ന ഒരു മാസമായിട്ട് ഇതിനെ കണക്കാക്കുകയാണ്. ഇത്രയും മനോഹരമായ കാര്യമാണല്ലേ. നമ്മളും ഓരോ ദിവസവും നമ്മുടെയും കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതങ്ങളിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ മെയ് മാസ വണക്കത്തിൻ്റെ പ്രാർത്ഥനകളും സുഹൃത ജപങ്ങളും അതുപോലെ തന്നെ മറ്റ് നിയോഗങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും ലോകത്തിന് മുഴുവനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവം സംപ്രീതനായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അവരാൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്, വിശ്വാസത്തോടുകൂടി നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത്ഭുതം സംഭവിക്കുമെന്ന്. കടുകുമണിയോളം, കൂടുതലൊന്നും വേണ്ട, കടുകുമണിയോളം നിനക്ക് നിന്റെ ജീവിതത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നീ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരിടത്ത് പതിക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും. അപ്പോൾ ഓരോ ദിവസവും വണക്കമാസ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് നിന്ന് വിശ്വാസത്തോടു കൂടി നിന്റെ സങ്കടങ്ങൾ, സഹനങ്ങൾ, വേദനകൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, കടബാധ്യതകൾ, മക്കളുടെ തെറ്റായ ജീവിത രീതികൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. സ്വർഗം തുറന്ന് അത്ഭുതങ്ങൾ കുടുംബത്തിൽ സംഭവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിൽ യാതൊരു സംശയമില്ല. അത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കും. അതാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറഞ്ഞു വയ്ക്കുക. വീണ്ടും മെയ് മാസ വണക്കത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, മെയ് മാസം പൂക്കളുടെ കാലം കൂടിയാണ്. ഒരുപാട് നല്ല പൂക്കളൊക്കെ വിരിയുന്നൊരു കാലമാണ്. ഒരുപക്ഷെ നമ്മുടെ ഒരു പ്രത്യേക ഒരു കാലാവസ്ഥയിൽ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കില്ല എങ്കിലും യൂറോപ്പിലും മറ്റ് വെസ്റ്റേൺ രാജ്യങ്ങളിലുമൊക്കെ മഞ്ഞുകാലം കഴിഞ്ഞതിന് ശേഷം പൂക്കാലം ആരംഭിക്കുന്ന ഒരു സമയമാണ് ഈ മെയ് മാസം എന്ന് പറഞ്ഞു വയ്ക്കുക. മാർച്ച് ഏപ്രിലോടുകൂടി മഞ്ഞ് വീഴ്ചയും മഞ്ഞുകാലവും കഴിഞ്ഞതിന് ശേഷം ഏപ്രിൽ മാസത്തോടു കൂടി നല്ല പുതിയ പൂക്കളുകളൊക്കെ വിരിയുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ ഈ പൂക്കളുടെ കാലത്തു കൂടിയാണ്, വസന്തകാലത്താണ് പരിശുദ്ധ അമ്മയുടെ ഈ ഒരു മെയ് മാസം വണക്കം നടത്തപ്പെടുക. അപ്പോൾ അമ്മയുടെ ഈ ഒരു രൂപമൊക്കെ നമുക്ക് അലങ്കരിക്കണമെങ്കിൽ ഒരുപാട് നല്ല പുഷ്പങ്ങളൊക്കെ പ്രകൃതി തന്നെ കനിഞ്ഞ് നൽകിയിരിക്കുകയാണ്. എന്തുമാത്രം പുഷ്പങ്ങളാണ് തമ്പുരാന് നമുക്കായി ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ വ്യത്യസ്തങ്ങളായ രീതിയിൽ നൽകിയിരിക്കുന്നത്. നമ്മളും അൾത്താരയിലൊക്കെ ഇവിടെ അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരുടെ കുഴിമാടങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു പൂ സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എന്തിൻ്റെ അടയാളമാണ്? പൂക്കൾ സന്തോഷത്തിൻ്റെ നിറകുടമാണ്. അത് ഏത് കളറായിക്കോട്ടെ, ഏത് വ്യത്യസ്ത രീതിയിലുള്ളതായിക്കൊള്ളട്ടെ, പൂക്കളെന്നും നമ്മുടെ മനസ്സിനൊക്കെ കുളിർമ നൽകുന്ന കാര്യമാണ്. അപ്പോൾ അത് അൾത്താരയിൽ വെച്ചാലും കുഴിമാടത്തിൽ വെച്ചാലും അവിടെയൊക്കെ നമുക്ക് സന്തോഷം കണ്ടെത്തുവാനായിട്ട് പ്രാർത്ഥനയുടെ നിമിഷങ്ങളായിട്ട് മാറ്റപ്പെടുകയാണ്. അപ്പോൾ മെയ് മാസവും പരിശുദ്ധ അമ്മയ്ക്ക് ഓരോ ദിവസവും ചെറിയൊരു പൂ സമ്മാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നോക്കിക്കേ. അമ്മയ്ക്ക് ഇതുകളുടെ സന്തോഷം വേറെ എന്താ ഉള്ളേ? നമ്മുടെ കുടുംബങ്ങളുടെ വേദനകൾ, സങ്കടങ്ങൾ, ദുരിതങ്ങളൊക്കെ ഈ ഒരു കൊച്ചു പൂവായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്കൊന്ന് സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുക. അമ്മേ മാതാവേ, കാത്തുകൊള്ളണമേ. അമ്മേ മാതാവേ, നീ ഒന്ന് കാത്തുകൊള്ളണമേ. എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അമ്മയെന്ന് പറഞ്ഞു നോക്കിക്കേ. തീർച്ചയായിട്ടും അമ്മ പ്രാർത്ഥിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. എൻ്റെ കുഞ്ഞുനാളിലെ ചിന്തകളിലേക്ക് പോകുകയാണ്. വണക്കമാസം ചെല്ലുന്ന ദിവസങ്ങളിലൊക്കെ എൻ്റെ ഉത്തരവാദിത്തമാണ്. വീട്ടിലെ ഏറ്റവും ഇളയ പുത്രനായിരുന്നത് കൊണ്ട് എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു വീട്ടിലുള്ള പരിശുദ്ധ അമ്മയുടെ ഒരു കൊച്ചു രൂപം അലങ്കരിച്ചു വെക്കുക എന്നുള്ളത്. അത് എൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. അങ്ങനെ പകല് കാണുന്ന കൊച്ചു കൊച്ചു പൂക്കളൊക്കെ പറിച്ച് കൂട്ടിവെക്കും. വൈകുന്നേരം വണക്കമാസത്തിനുള്ള സമയം ആകുന്നതിന് മുമ്പ് ഒന്നെങ്കിൽ പരിശുദ്ധ അമ്മയുടെ രൂപമായിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു ചിത്രമായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, അത് ഭംഗിയായിട്ട് അലങ്കരിച്ചു വെച്ചതിന് ശേഷമായിരുന്നു ഈ വണക്കമാസ പ്രാർത്ഥനയിലേക്കും അതുപോലെ ജപമാലയിലേക്കും പോയിരുന്നത്. അപ്പോൾ ഈ ഒരു കൊച്ചു ചിന്തകൾ നമ്മുടെയും ജീവിതത്തിൽ ഒരുപാട് ഉണർവുകൾ നൽകണം. ചെറുപ്പത്തിൽ നമ്മളും ഇതുപോലെ നമ്മുടെ കാരണന്മാരുടെ കൂടെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി നല്ല ചൈതന്യമുള്ള മക്കളായിട്ട് വളർന്നു കഴിഞ്ഞപ്പോൾ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ എപ്പോഴോ ഇതൊക്കെ കൈമോശം വന്നു പോയിട്ടില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കൈമോശം വന്നു പോയിട്ടുണ്ട്. അങ്ങനെ കൈമോശം വന്നു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരികെ ഒന്ന് മുറുകെ പിടിക്കുവാനായിട്ട് പരിശുദ്ധമ്മ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു മാസമാണ് ഈ മെയ് മാസം എന്ന് പറഞ്ഞു വയ്ക്കുക.
അപ്പോൾ ഈ മെയ് മാസ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയോടൊപ്പം യാത്ര തുടരുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായി അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം. അമ്മ എന്നും കൂടെയുണ്ട്, ഒരിക്കലും നമ്മെ ആരെയും വിട്ടുപിരിഞ്ഞു പോയിട്ടില്ല. അവൾ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു എന്ന് പറഞ്ഞു വെക്കുമ്പോഴും അവൾ ഇന്നും ഈ ഭൂമിയിൽ വസിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഉത്തമമായിട്ടുള്ള ഉദാഹരണങ്ങളാണ് ഓരോ പ്രത്യക്ഷങ്ങൾ. IMS അമ്മയുണ്ട്, ലൂർദിലുണ്ട്, ഫാത്തിമയിലുണ്ട്, അതുപോലെ മറ്റ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പരിശുദ്ധ അമ്മ ഇന്നും വ്യക്തികൾക്കും കുട്ടികൾക്കും അതുപോലെ സമൂഹങ്ങൾക്കും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? അമ്മ പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, നിങ്ങൾ നിങ്ങളുടെ ജീവിത വഴികളിൽ നിന്നും തിരികെ നടന്ന് എൻ്റെ മകൻ്റെ അടുക്കിലേക്ക് വരികയാണ് പറഞ്ഞു വയ്ക്കുക. എൻ്റെ മകൻ്റെ അടുക്കിലേക്ക് വരണമെന്നാണ് അമ്മ പറഞ്ഞു വയ്ക്കുന്നത്. അതിൽ വളരെ സ്പഷ്ടമായിട്ടുള്ള ഒരു പ്രത്യക്ഷമാണ് പരിശുദ്ധ അമ്മയുടെ 1846 സെപ്റ്റംബർ മാസം 19 ഫ്രാൻസിൽ ഉള്ള ലാ സലറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് 2 ഇടയ പൈതങ്ങൾക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടണം എന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞു വെച്ചത്. മറ്റൊന്നും അമ്മ കൂടുതലായിട്ട് പറഞ്ഞു വെച്ചില്ല. നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ടില്ല എങ്കിൽ ഇനിയും എൻ്റെ പുത്രൻ്റെ കരങ്ങൾ എനിക്കിനിയും താങ്ങി പിടിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അത്രമാത്രം പാപങ്ങളാൽ ഈ ലോകം നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ യാത്ര തിരിക്കുവാനായിട്ടാണ് പരിശുദ്ധ അമ്മ അവിടെ കൊടുത്തൊരു സന്ദേശം എന്ന് പറഞ്ഞു വയ്ക്കുക. ലൂർദിലും ഫാത്തിമയിലുമൊക്കെ വിശുദ്ധ ജീവിതം നയിക്കുന്നതിനെക്കുറിച്ചും ജപമാല ചൊല്ലുന്നതിനെക്കുറിച്ചൊക്കെ അമ്മ പറഞ്ഞു വെച്ചു. അപ്പോൾ നമുക്കും ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം, പരിശുദ്ധ അമ്മ എപ്രകാരമാണ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്? അമ്മയ്ക്കുള്ള സ്ഥാനം, എൻ്റെ ജീവിതത്തിൽ അമ്മയ്ക്കുള്ള സ്ഥാനം എന്താണ്? അമ്മ മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ? ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും എൻ്റെ ജീവിതത്തിലുള്ള സ്ഥാനം എന്താണ്? എപ്രകാരം അമ്മ എന്നെ വഴി നടത്തുന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ അമ്മയുടെ നാമത്തെ സ്തുതിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായ ഒരു ഗാനം പാടാം. പരിശുദ്ധ അമ്മയുടെയും നാമം എന്നും സ്തുതികളാൽ അർപ്പിക്കപ്പെടുവാനായിട്ട്, ഈശോയുടെ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ തക്ക വിധം പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ ലോകത്തിലെ എല്ലാ സൃഷ്ടികളോടൊപ്പം പരിശുദ്ധ അമ്മയുടെ നാമം സ്തുതിച്ചുകൊണ്ട് നമ്മളും പ്രാർത്ഥിച്ച് പാടുമ്പോൾ സ്വർഗത്തിൽ സന്തോഷിക്കുന്നത് മറ്റാരുമല്ല, ഈശോ തമ്പുരാൻ തന്നെയാണ്. പരിശുദ്ധ അമ്മയുടെ മകനും നമ്മുടെ നാഥൻ രക്ഷകനുമായ ഈശോ തന്നെയാണ്. എൻ്റെ അമ്മയിലൂടെ എത്രയോ പേരാണ് എൻ്റെ അടുക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുക എന്നുള്ള സന്തോഷം ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. ആ അമ്മയുടെ നാമത്തെ വണങ്ങിക്കൊണ്ട് നമുക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ ഒരു ഗാനം പാടി അമ്മയുടെ നാമത്തെ മഹത്വപ്പെടുത്തി ഈശോയ്ക്ക് സ്തുതി പറയാം. മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. കൈപ്പുനീരു കുടിച്ചവനെ ഞാൻ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ
ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അങ്ങേയറ്റം തളരുമ്പോൾ, അമ്മേ അമ്മേ തായേ അങ്ങേയറ്റം തളരുമ്പോൾ അത്ഭുതങ്ങൾ ചെയ്തവനെ ഞാൻ ആരാധിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്തവനെ ഞാൻ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അപ്പമില്ലാതാകുമ്പോൾ, അമ്മേ അമ്മേ തായേ അപ്പമില്ലാതാകുമ്പോൾ അപ്പത്തിൽ വാഴുന്നോനെ ഞാൻ ആരാധിക്കുന്നു. ഓ അപ്പത്തിൽ വാഴുന്നവനെ ഞാൻ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ മനസ്സിൽ ഭാരം കൂടുമ്പോൾ, അമ്മേ അമ്മേ തായേ മനസ്സിൽ ഭാരം കൂടുമ്പോൾ ശിരസിൽ മുൾമുടി അണിഞ്ഞവനെ ഞാൻ ആരാധിക്കുന്നു. ശിരസിൽ മുൾമുടി അണിഞ്ഞവനെ ഞാൻ ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മയ്ക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. സന്നിധിയിലേക്ക് സ്വരമുയർത്തുന്ന സ്തുതിച്ച് ആരാധിക്കാം. ദൈവം സമീപസ്ഥനാണ്. കർത്താവേ കടന്നു വരണം, ഈ സമൂഹത്തെ അനുഗ്രഹിച്ച് ആശീർവദിക്കണം. എന്റെ അമ്മയുടെ നാമത്തിൽ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുകയാണ്. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. നമുക്കെല്ലാവർക്കും സ്വസ്ഥമായിട്ടിരിക്കാം. ഈ മെയ് മാസത്തില് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ധ്യാന ചിന്തകളുമായി നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. അമ്മയുടെ ജീവിതത്തിലൂടെ യാത്ര തുടരുമ്പോൾ അമ്മയിൽ നിന്നും പഠിക്കുവാനുള്ള കുറച്ച് നല്ല കാര്യങ്ങൾ, നല്ല ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധ അമ്മയിൽ ഒരുപാട് നല്ല ഗുണങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സുഹൃതത്തിൻ്റെ നന്മയുടെ നിറകുടമാണ് പരിശുദ്ധ അമ്മ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്നിരുന്നാലും നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ നമുക്ക് ജീവിക്കാവുന്നതും പ്രാവർത്തികമാക്കുവാൻ പറ്റുന്നതുമായിട്ടുള്ള ഏതാനും കുറച്ച് ചിന്തകൾ അമ്മയുടെ നാമത്തിൽ നമുക്ക് സ്വീകരിക്കാം, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ വിശുദ്ധിയുടെ നിറകുടമായിരുന്നു. വിശുദ്ധിയുടെ നിറകുടം. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ വിശുദ്ധിയുടെ നിറകുടം എന്ന് പറഞ്ഞു വെക്കുന്നത്? ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 27-ാം തിരുവചനം ഇപ്രകാരം പറഞ്ഞു വെക്കുന്നു: ഗബ്രിയേൽ ദൂതൻ അവളുടെ അടുക്കിലേക്ക് അയക്കപ്പെട്ടു. ഗബ്രിയേൽ ദൂതൻ അവളുടെ അടുക്കിലേക്ക് അയക്കപ്പെട്ടു. എന്തുകൊണ്ടാണ് അവളുടെ അടുത്തിലേക്ക് അയക്കപ്പെട്ടത്? ദൈവഹിതമുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അവൾ വിശുദ്ധി നിറഞ്ഞ ഒരു ജീവിതം നയിച്ചിരുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു വയ്ക്കുക. അന്ന് ഈശോയുടെ ജനനം കാത്തിരുന്ന ഒരുപാട് കന്യകളുണ്ടായിരുന്നു. പക്ഷേങ്കിൽ പരിശുദ്ധ അമ്മയുടെ അടുത്തേക്കാണ് ദൂതനെ പറഞ്ഞയച്ചത്. എന്തുകൊണ്ട് മറ്റാരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചില്ല? അവരും വിശുദ്ധിയിൽ ജീവിച്ചിരുന്നവരല്ലേ? തീർച്ചയായിട്ടും എല്ലാ കന്യകകളും വിശുദ്ധിയിൽ ജീവിച്ചിരുന്നവരായിരുന്നു. പക്ഷേങ്കിൽ വിശുദ്ധിയുടെ ഏറ്റവും പൂർണ്ണതയിൽ ഒരു കളങ്കം പോലും ഇല്ലാതെ തമ്പുരാൻ കാത്തു സൂക്ഷിച്ച, തൻ്റെ പുത്രന് വേണ്ടി കാത്തു സൂക്ഷിച്ചത് പരിശുദ്ധ അമ്മയായിരുന്നു. അത് തമ്പുരാന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അവൾ ജീവിച്ചുകൊണ്ട് തന്നെയാണ്.
അപ്പോൾ പരിശുദ്ധ അമ്മ എന്നും വിശുദ്ധിയുടെ നിറകുടമാണ്. ഈ വിശുദ്ധിയുടെ നിറകുടമായ പരിശുദ്ധ അമ്മയെ നമ്മളും അനുകരിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. വിശുദ്ധ പൗസ്റ്റീന പറഞ്ഞു വെക്കുന്നുണ്ട്, പരിശുദ്ധ കന്യകാമറിയം എനിക്ക് നേടി തന്നിരിക്കുന്ന ഏറ്റവും വലിയ കൃപ എന്ന് പറഞ്ഞു വെക്കുന്നത് മറ്റൊന്നുമല്ല, എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള കൃപയാണ്. വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു വെക്കുന്നത് മറ്റൊന്നുമല്ല, അമ്മ എനിക്ക് വിശുദ്ധിയിൽ ജീവിക്കണം. വിശുദ്ധ പൗസ്റ്റീന പറഞ്ഞു വെച്ചൊരു കാര്യമാണ്, അവളുടെ ഡയറിയിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. വിശുദ്ധ പൗസ്റ്റീന പരിശുദ്ധ അമ്മയോട് എന്നും അവള് ആകപ്പാടെ യാചിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു വെക്കുക, എനിക്ക് അമ്മ മാതാവേ എന്നെ വിശുദ്ധിയിൽ വളർത്തണമേ എന്നുള്ളതാണ്. അത് അവളുടെ ജീവിതത്തിൽ സാധിച്ചു. അതുകൊണ്ടാണല്ലോ ഇന്ന് വിശുദ്ധ പൗസ്റ്റീനയുടെ നാമം അനേകായിരം അൾത്താരകളിൽ വണങ്ങപ്പെടുകയും തമ്പുരാന്റെ നാമത്തിൽ അവളുടെ പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് നമ്മളും പ്രാർത്ഥിക്കുക, ദിവ്യകാരുണ്യനാഥനോട് പ്രാർത്ഥിക്കുക. ഈ ഒരു പ്രാർത്ഥന നമ്മുടെയും അധരങ്ങളിൽ ഉണ്ടായിരിക്കണം. പരിശുദ്ധ അമ്മേ മാതാവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും വിശുദ്ധിയിൽ എന്നും കാത്തു സൂക്ഷിക്കുവാൻ തക്ക വിധം നീ നിന്റെ തിരുക്കുമാരൻ്റെ അടുത്ത് മാധ്യസ്ഥം വഹിക്കണമേ എന്ന്. നമ്മളൊക്കെ പച്ചയായ മനുഷ്യരാ അല്ലേ? പച്ചയായ മനുഷ്യരാണ്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അല്ലെങ്കിൽ ഓരോ വഴിത്താരകളിലും നമ്മൾ യാത്ര തുടരുമ്പോൾ കണ്ടുമുട്ടുന്നവർ, ജീവിത സാഹചര്യങ്ങൾ, കുടുംബനാഥ, മക്കള്, മറ്റ് ജീവിത സാഹചര്യങ്ങൾ, എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ എങ്കിൽ ഒരു സാഹചര്യത്തെയും വിശുദ്ധിയോടുകൂടി നമ്മൾ കണ്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ് എന്ന് ഉണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന് തുല്യമായി തീരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ വിശുദ്ധ പൗസ്റ്റീനെ പോലെ പരിശുദ്ധ അമ്മയുടെ നമുക്ക് പ്രാർത്ഥിക്കാം, അമ്മേ മാതാവേ, ഏറ്റവും വിശുദ്ധി നിറഞ്ഞ മനസ്സോടുകൂടി ഹൃദയത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് നീ എൻ്റെ സന്നിധിയിൽ ഞാൻ തിരികെ എത്തുന്നത് വരെ ഏറ്റവും വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് അമ്മേ മാതാവേ എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞു വെക്കുക, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാവർത്തികമാക്കുവാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറഞ്ഞു വെക്കുക, പരിശുദ്ധ അമ്മയിൽ നിന്നും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത് വിശുദ്ധി. അവൾ വിശുദ്ധിയുടെ നിറകുടമായിരുന്നു. ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് വിവേകമതിയായിരുന്നു. അവൾ വിവേകത്തോടു കൂടി ഓരോ സാഹചര്യത്തെയും നോക്കിക്കണ്ട് അതിനനുസരിച്ച് പെരുമാറിയ വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ. വിവേകമെന്ന് പറഞ്ഞു വെക്കുന്നത് അത് ആത്മാവിൻ്റെ ഒരു ദാനം കൂടിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനം കൂടിയാണ്. വിവേകപൂർണമായ സമീപനം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ കാനായിലെ കല്യാണ വിരുന്ന്, അവിടെ എന്താ സംഭവിച്ച്? ഒരു കുടുംബത്തിന് അവരുടെ വീഞ്ഞു തീർന്നു പോയ അവസ്ഥ നമ്മൾ ഒരുപാട് പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ള ഒരു വചനപാക്കമാണ്. പക്ഷെങ്കിൽ അമ്മ എങ്ങനെയാണ്, പരിശുദ്ധ അമ്മ എങ്ങനെയാ ആ ഒരു സാഹചര്യത്തിൽ അവിടെ പെരുമാറുക? അവൻ്റെ പുത്രനോട് അവളുടെ പുത്രനോട് ചെന്ന് പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല. അമ്മ ഇത് പറയുമ്പോഴും ഈശോ പറയുന്ന, സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, അത് അവരുടെ കാര്യം, അത് അവർ നോക്കിക്കൊള്ളട്ടെ, എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? അമ്മയോട് മറുചോദ ചോദിക്കുന്നത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്നുള്ള കാര്യം നിനക്ക് അറിഞ്ഞുകൂടെ, പിന്നെ എന്തിനാണ് നീ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നുണ്ട്? പരിശുദ്ധ അമ്മയോട് ഈശോ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അമ്മയോട് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. അവള് ചെന്ന് പറയുക, പരിചാരകോട് ചെന്ന് പറയുക, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. വിവേകത്തോടു കൂടിയുള്ള പരിശുദ്ധ അമ്മയുടെ ഇടപെടലായിരുന്നു ആ കുടുംബത്തിൻ്റെ രക്ഷയിലേക്ക് നയിച്ചത്. വിവേകത്തോടു കൂടിയുള്ള സംസാരമായിരുന്നു. തൻ്റെ സമയം ആയിട്ടില്ല എന്നിട്ട് പോലും തന്നെ ഈശോയ്ക്ക് ആ കുടുംബത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത്. ഇതുപോലെ നമ്മുടെയും കുടുംബങ്ങളിൽ, ജീവിത സാഹചര്യങ്ങളിൽ വിവേകത്തോടു കൂടിയുള്ള വാക്കുകൾ ഉപയോഗിക്കുവാനായിട്ട്, വിവേകത്തോടു കൂടിയുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അമ്മയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധിക്കും, അതിൽ യാതൊരു സംശയമില്ല. വീണ്ടും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ 8ാമത്തെ ദിവസം ഈശോയെ ദേവാലയത്തിൽ സമർപ്പിച്ചതിന് ശേഷം ശിമയൻ പറഞ്ഞു വെക്കുന്നുണ്ട്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകുമെന്ന്. അവിടെ അമ്മ എന്തെങ്കിലും ഉച്ചരിച്ചോ? അമ്മ അവിടെ ഒരു വാക്ക് പോലും ഉച്ചരിക്കുന്നില്ല. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും അല്ലെങ്കിൽ തുളച്ചു കയറുമെന്ന് പറഞ്ഞു വെച്ചപ്പോൾ അമ്മ ഒരു വാക്ക് പോലും അവിടെ പറയുന്നില്ല. മറിച്ച് അവൾ അതെല്ലാം ഹൃദയത്തിൽ സ്വീകരിക്കുകയായിരുന്നു. ആ നിമിഷം വേണമെങ്കിൽ പരിശുദ്ധ അമ്മയ്ക്ക് ഇതൊന്നും എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമില്ല, ഇതൊക്കെ വേറെ ആർക്കെങ്കിലും വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം വിട്ടെറിഞ്ഞിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് പോകാമായിരുന്നു. പക്ഷെ അമ്മ പോയോ?
പോയില്ല. എന്തുകൊണ്ടാണ്? അവൾക്കറിയാമായിരുന്നു ഇത് ദൈവഹിതമാണ് എന്നുള്ള വിവേകത്തോടു കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ മനസ്സ സ്വീകരിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ ശ്രമിച്ചു. നമ്മുടെ ഈ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കേ, സഹനങ്ങളൊക്കെ ഒരുപാട് കടന്നു വരാറില്ലേ? സങ്കടങ്ങൾ കടന്നു വരാറില്ലേ? കുരിശുകൾ കടന്നു വരാറില്ലേ? നമ്മളൊക്കെ ഇതിനെയൊക്കെ പരിചാരിക്കൊണ്ട് അല്ലെങ്കിൽ വന്ന വേദനകളും കാരണങ്ങളൊക്കെ മറ്റുള്ളവരുടെ ചുമലിൽ വെച്ചുകൊണ്ട് നമ്മൾ പോകുവാനായിട്ട് ശ്രമിക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കുക? നമ്മൾ നമ്മളെ തന്നെ ദൈവസ്നേഹത്തിൽ നിന്നും ദൈവഹിതത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുകയാണ്. ഓരോ സഹനത്തിനും, ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കൊച്ചു സഹനത്തിനും, കയ്യിലൊരു മുള്ളു കൊണ്ടാൽ പോലും തന്നെ ആ സഹനത്തിന് പോലും ദൈവസന്നദ്ധിയിൽ വിലയുണ്ട്. അത് നമ്മുടെയൊക്കെ വിശുദ്ധീകരണത്തിനുള്ള ദൈവത്തിൻ്റെ കൊച്ചു തലോടകളിലായി മാറ്റപ്പെടേണ്ടിയിരിക്കുന്നു. പരിശുദ്ധമയും അത്രയും മാത്രമേ ചിന്തിച്ചുള്ളൂ. തൻ്റെ മകനെ ദേവാലയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകും, തുളച്ചു കയറുമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല എങ്കിൽ പോലും തന്നെ അതിനെ മനസ്സവരിച്ചുകൊണ്ട് വിവേകത്തോടുകൂടി ഒരക്ഷരം പോലും മിണ്ടാതെ അവൾ അവിടെ നിൽക്കുകയായിരുന്നു. ഇതാണ് വിവേകത്തോടുള്ള പെരുമാറ്റം എന്ന് പറഞ്ഞു വയ്ക്കുക. നമ്മുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും വിവേകം നിറഞ്ഞതാണോ, അത് ദൈവസാന്നിധ്യം നിറഞ്ഞതാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് കുടുംബത്തിലായാലും മറ്റ് ജീവിത സാഹചര്യം എവിടെയായിരുന്നാലും വിവേകത്തോടുകൂടിയുള്ളൊരു പെരുമാറ്റം. വിശുദ്ധ ഡാമിയൻ്റെ ജീവചരിത്രം ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. മൊളോക്കായിലെ കുഷ്ഠരോഗികളുടെ ഇടയിൽ ജീവിച്ച് കുഷ്ഠരോഗം പിടിപെട്ട് അവരിൽ ഒരുവനായി മരിക്കപ്പെട്ടവനാണ് വിശുദ്ധ ഡാമിയൻ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒരു വ്യക്തി മാത്രമല്ല, ഒരു വൈദികനും കൂടിയായിരുന്നു. ഹവായി ദ്വീപുകളുടെ, അമേരിക്കയിലുള്ള ഹവായി ദ്വീപുകളിൽ പെടുന്ന ഒരു ദ്വീപിൻ്റെ പേരാണ് മൊളോക്കായി. അന്നത്തെ കാലത്ത് ഈ കുഷ്ഠരോഗികളെ ചികിത്സിക്കുവാനോ അല്ലെങ്കിൽ അതിന് മരുന്നോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് അന്നത്തെ ഭരണകൂടം ചെയ്തിരുന്നത് കുഷ്ഠരോഗം പിടിപെടുന്ന ഓരോ വ്യക്തിയെയും ഈ മൊളോക്കായ് എന്ന് പറയുന്ന ദ്വീപിൽ കൊണ്ട് ഇറക്കി വിടുക, അവിടെ കിടന്ന് യാതന അനുഭവിച്ച് മരിക്കുക, അല്ലെങ്കിൽ അതൊക്കെയായിരുന്നു അവരുടെ ജീവിതം എന്ന് പറഞ്ഞു വയ്ക്കുക. അവിടെ വേറെ ഒരു മനുഷ്യൻ പോലും ഇല്ല, എല്ലാം കുഷ്ഠരോഗികൾ. അങ്ങനെ ഈ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുവാനും അവർക്ക് വേണ്ടി സേവനം ചെയ്യുവാനും രൂപതാമെത്രാൻ പറഞ്ഞയച്ച വൈദികനാണ് ഡാമിയൻ എന്ന് പറയുന്ന വൈദികൻ. അങ്ങനെ അദ്ദേഹം അവിടെ ചെല്ലുന്നു. ഏതാനും കുറച്ച് നാളത്തേക്ക് അദ്ദേഹത്തെ ഈ ഒരു സിറ്റുവേഷനുമായിട്ടൊന്നും പൊരുത്തപ്പെട്ടു പോകാൻ സാധിച്ചില്ല. കാരണം നമുക്കറിയാം, കുഷ്ഠരോഗം കയ്യിലും വിരളകളൊന്നുമില്ല, മൊത്തം വ്രണങ്ങളായിട്ട് പഴുത്ത് അളിഞ്ഞിരിക്കുന്ന ഒരു ശരീരം, അതിൽ നിന്ന് വരുന്ന വാസന, ഒരു അസഹനീയമായിട്ടൊരു ദുർഗന്ധം, ഇതൊന്നും ഫാദർ ഡാമിയന് സഹിക്കുവാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്താ ചെയ്തെന്നറിയാവോ? കുറച്ച് നാളത്തേക്ക് ഇവരുമായിട്ട് യാതൊരു സമ്പർക്കവും കൂടാതെ ദൂരെയുള്ളൊരു മരത്തിൻ്റെ ചുവട്ടിലാണ് അദ്ദേഹം കിടന്നുറങ്ങിയത്. പിന്നെ അദ്ദേഹം ചിന്തിച്ചു, ഞാൻ എന്തിനാ ഈ ഒരു സ്ഥലത്തേക്ക് അയക്കപ്പെട്ടിരിക്കുന്നത്? എൻ്റെ സഭാ അധികാരികൾ ദൈവത്താൽ ചിന്തിക്കപ്പെട്ട് എന്നെ എന്തിനാണ് ഇവിടേക്ക് അയക്കപ്പെട്ടിരിക്കുന്നത്? ഞാൻ ഈ മനുഷ്യർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനല്ലേ? അന്ന് അദ്ദേഹം ഒരു തീരുമാനം എടുക്കുകയാണ്, ഇനി ഞാൻ ഇവർക്ക് വേണ്ടി ജീവിക്കുമെന്ന്. അന്ന് മുതൽ അദ്ദേഹം അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, അവർക്ക് ഭക്ഷണം വാരിക്കൊടുക്കുന്നു, പറ്റുന്ന രീതിയിലൊക്കെ അവരുടെ മുറിവുകളൊക്കെ വച്ചുകെട്ടി ശുശ്രൂഷിച്ചു, അവർക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ചു, അവരുടെ കുമ്പസാരങ്ങൾ കേട്ടു. അങ്ങനെ അവരോടൊപ്പം ഒന്നായി ജീവിച്ചു തുടങ്ങി. മാസങ്ങൾ കടന്നുപോയി, വർഷങ്ങൾ കടന്നുപോയി. അവരിൽ ഒരുവനും ആയി ഈ ഫാദർ ഡാമിയനും മാറ്റപ്പെടുകയാണ്. അവനും കുഷ്ഠരോഗം പിടിപെട്ടു. അവൻ്റെ കൈകളിലെയും കാലിലെയും വിരലുകളൊക്കെ അറ്റുപോയി, മൊത്തം വ്രണങ്ങളായി. അങ്ങനെ അവരിൽ ഒരുവനായി മരിക്കപ്പെട്ടു. ദൈവഹിതം മനസ്സിലാക്കി ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ അവിടെ വിവേകവും കടന്നു വരികയാണ്. പരിശുദ്ധ അമ്മയെ പോലെ ഫാദർ ഡാമിയൻ്റെ ജീവിതത്തിലും വിവേകം എന്നുള്ള വസ്തുത തിരിച്ചറിവുണ്ടായപ്പോൾ അവൻ്റെ ജീവിതം ഈ കുഷ്ഠരോഗികൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടുകയായിരുന്നു. വിവേകത്തോടുകൂടി നമ്മളും പെരുമാറുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുക. നമ്മുടെയും ജീവിതങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടുകയാണ് ചെയ്യുക. വീണ്ടും മൂന്നാമത്തെ ചിന്തയിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മ എളിമയുടെ നിറകുടമായിരുന്നു. എളിമ നിറഞ്ഞവളായിരുന്നു പരിശുദ്ധ അമ്മ. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 48-ാം തിരുവചനം ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ അങ്ങനെ പറഞ്ഞു വയ്ക്കുക? ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുണ്ടായിരുന്ന കാര്യം എന്താണ്? മറ്റൊന്നുമല്ല, എളിമ നിറഞ്ഞ മനോഭാവം. ഞാൻ എന്ന അഹം എന്ന ഭാവത്തെ മാറ്റി നിർത്തി ദൈവഹിതത്തിന് തന്നെ പരിപൂർണമായി സമർപ്പിച്ച പരിശുദ്ധ അമ്മയ്ക്ക് തമ്പുരാൻ നൽകിയ വലിയ സമ്മാനമായിരുന്നു, ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. എത്രയോ വർഷങ്ങളായല്ലേ? 2024 ഇന്നും
പരിശുദ്ധ അമ്മയുടെ നാമത്തെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും അവളെക്കുറിച്ച് നമ്മൾ ഒരുപാട് പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ? അവളന്ന് പറഞ്ഞ ഒരു വാക്കാണ് ഇന്ന് അന്വർത്ഥമായിരിക്കുന്നത് വചനത്തിൽ. ഇപ്പോൾ മുതൽ സകല തലമുറകളും, ഇതുവരെ കഴിഞ്ഞുപോയ തലമുറകൾ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തലമുറകൾ, ഇനി മുന്നോട്ടുള്ള തലമുറകൾ, എല്ലാ തലമുറകളും മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പരിശുദ്ധ അമ്മയുടെ നാമത്തെ പ്രകീർത്തിക്കുമെന്നുള്ള വലിയ സന്തോഷത്തിൻ്റെ വാർത്തയാണ് പരിശുദ്ധ അമ്മ അവൾക്ക് നൽകിയത്. മറ്റൊന്നും കൊണ്ടല്ല, അവളുടെ എളിമ നിറഞ്ഞ ജീവിതം കൊണ്ട് മാത്രം. അപ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്കും ചിന്തിക്കാം, എളിമ നിറഞ്ഞവരാണോ നാം ഓരോരുത്തരും? ഞാൻ പിടിക്കുന്ന മുയലിന് 2 കൊമ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് ധാർഷ്ട്യത്തോടുകൂടി ജീവിക്കുന്നവരാണോ നാം ഓരോരുത്തരും? അത് പരിശുദ്ധ അമ്മയെ പോലെ എല്ലാത്തിനും ദൈവികതത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ദൂതന്റെ മുമ്പിൽ പരിശുദ്ധ അമ്മ എളിമപ്പെട്ടു. മംഗളവാർത്ത അവളുടെ സന്നിധിയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ദൈവികതത്തിന് അവൾ പരിപൂർണമായിട്ട് അവളെ തന്നെ വിട്ടുകൊടുത്തു. വീണ്ടും പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളായ യോവാഖിൻ്റെയും അന്നയുടെയും ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞ മകളായിട്ട് കടന്നു വന്നപ്പോൾ അവള് മാതാപിതാക്കൾക്ക് കീഴ്വഴങ്ങായി ജീവിച്ചുകൊണ്ട് എളിമയുടെ പാഠം അവരിൽ നിന്നും അവൾ സ്വീകരിച്ചു. വീണ്ടും സ്വന്തം മകൻ്റെ ഈശോയുടെ മുമ്പിലും അവൾ എളിമ നിറഞ്ഞ മനസ്സോടുകൂടി ജീവിച്ചു. മകനെ വേണമെങ്കിൽ അവൻ്റെ ഉത്തരവാദിത്വം എല്ലാം മാറ്റി നിർത്തി ഒരു സാധാരണ കുടുംബിനിയായിട്ട് ജീവിക്കാമായിരുന്നു എങ്കിൽ പോലും തന്നെ തൻ്റെ മകൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്ന ലോകത്തെ രക്ഷിക്കുവാനുള്ള ചിന്തയോടുകൂടി അവനെ അവൻ്റെ ദൗത്യത്തിനായിട്ട് പറഞ്ഞയക്കുന്ന എളിമ നിറഞ്ഞ പരിശുദ്ധ അമ്മയുടെ മനോഭാവം. വീണ്ടും കുരിശിൻ്റെ ചുവട്ടിൽ ഒരിറ്റ് കണ്ണീര് പോലും വീഴിക്കാതെ മകൻ്റെ സഹനത്തോട് ചേർന്ന് നിൽക്കുന്ന അമ്മയുടെ എളിമ നിറഞ്ഞ മനോഭാവം. ഇങ്ങനെ മറിയത്തോടൊപ്പം നമ്മൾ ചേർന്ന് നിന്ന് ധ്യാനിക്കുകയാണെങ്കിൽ അമ്മയുടെ എളിമ നിറഞ്ഞ ഒരുപാട് നല്ല മനോഭാവങ്ങളൊക്കെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അപ്പം ഇതുപോലെ പരിശുദ്ധ അമ്മയെ പോലെ എളിമ നിറഞ്ഞവരായി ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരല്ലേ നാം ഓരോരുത്തരും? തീർച്ചയായിട്ടും അതെ. അമ്മയിൽ നിന്നും സ്വീകരിക്കാൻ പറ്റുന്ന ഏതാനും കുറച്ച് ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുക. വീണ്ടും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തോടെ യാത്ര തുടരുമ്പോൾ നമുക്കറിയാം, മറിയം വിശ്വസ്തതയുടെ മകുടമായിരുന്നു. വിശ്വസ്തതയുടെ മകുടം എന്ന് പറഞ്ഞാൽ അതിനപ്പുറം വേറൊന്നുമില്ല. മകുടം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നത സ്ഥിതി ചെയ്യുന്ന വിശ്വസ്തതയുടെ മകുടം എന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുക. അത് 1 ദൈവത്തിലുള്ള വിശ്വാസം, 2 ദൈവിക പദ്ധതികളോടുള്ള വിശ്വാസം, പിന്നെ ദൈവിക പദ്ധതികൾ പൂർത്തിയാക്കുന്നതിലുള്ള വിശ്വാസം. ആ ഒരു വിശ്വാസത്തിന്റെ പൂർണ്ണതയിലായിരുന്നു പരിശുദ്ധ അമ്മ ജീവിച്ചു കൊണ്ടിരുന്നത്. നമ്മുടെ ഈ ജീവിതത്തിലേക്കൊന്ന് പിന്തിരിഞ്ഞ് നോക്കിക്കേ. നമുക്ക് വേണ്ടി നമ്മുടെ ജ്ഞാനസ്നാന സമയത്ത് നമ്മുടെ ജ്ഞാന മാതാപിതാക്കൾ നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞു. മാതാപിതാക്കൾ നമ്മളെ വളർത്തി. അങ്ങനെ അറിവായി, വിജ്ഞാനമായി, വിവേകമായി ലോകമെന്തെന്നറിഞ്ഞു. പക്ഷേങ്കിൽ നമ്മൾ ഏറ്റുപറഞ്ഞ വിശ്വാസം, ജീവിച്ചു തുടങ്ങിയ വിശ്വാസം വന്ന വഴികളിലൊക്കെ കൈമോശം വന്നു പോയിട്ടില്ലേ? നമ്മുടെ മക്കൾക്ക് കൈമോശം വന്നു പോയിട്ടില്ലേ? നമ്മുടെ കുടുംബത്തിന് നമ്മുടെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം കൈമോശം വന്നു പോയിട്ടില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഇന്ന് പരിശുദ്ധ അമ്മ ഈ ഒരു മെയ് മാസ വണക്കത്തിൻ്റെ ദിവസങ്ങളിലൂടെ നമ്മൾ യാത്ര തുടരുമ്പോൾ പരിശുദ്ധ അമ്മ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വിശ്വാസമാകുന്ന തിരുനാളത്തെ നീ വീണ്ടും കത്തിക്കണം, ജ്വലിപ്പിക്കണം. അങ്ങനെ വീണ്ടും നിന്റെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കണമെന്ന് പരിശുദ്ധ അമ്മ നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുവചനം ഇപ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ആരാ ഭാഗ്യവതി? മറ്റാരുമല്ല, പരിശുദ്ധ അമ്മയാണ്. കാരണം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് ദൂതൻ കടന്നു വന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചപ്പോൾ അവൾക്ക് വേണേ അവിശ്വാസത്തോടു കൂടി ഇതിനെല്ലാം മാറ്റി നിർത്താമായിരുന്നു. പക്ഷെ മാറ്റി നിർത്തിയോ? ഇല്ല. അവളെല്ലാം ഹൃദയത്തിൽ സ്വീകരിച്ചു. എന്തിൻ്റെ കണ്ണിലൂടെ? വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ. വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ ദൂതൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൾ വിശ്വസിച്ചുകൊണ്ട് ദൈവഹിതത്തിന് തന്നെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുകയായിരുന്നു. ഈ ലോകത്തിലേക്ക് രക്ഷകൻ പിറക്കുവാനായിട്ട് ഇടയാകുകയായിരുന്നു. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ പ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട്, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവനെന്ന്. അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവനെന്ന്. കാനായിലെ കല്യാണവരെന്ന് നമ്മൾ അതിനെക്കുറിച്ച് കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവൻ എന്ന് പറയണം എന്ന് അമ്മയ്ക്ക് തോന്നിയത് എന്തുകൊണ്ടാണ്? മകനിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ്.
അവൻ ഈ നിമിഷം അത്ഭുതം പ്രവർത്തിക്കും. മറ്റാരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ആ കുടുംബത്തെ രക്ഷിക്കുവാനായിട്ട് അവൻ അത്ഭുതം പ്രവർത്തിക്കുമെന്ന പരിശുദ്ധ അമ്മയ്ക്ക് തൻ്റെ മകനിൽ 100% വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവൾ പരിചാരകരോട് പറയുക, അവൻ പറയുന്നത് പോലെ ചെയ്യുവനെന്ന്. പ്രിയമുള്ളവരെ, നമുക്കും ചിന്തിക്കാം. നമ്മുടെയും ജീവിത സാഹചര്യങ്ങളിൽ പരിശുദ്ധ അമ്മയെ പോലെ പൂർണ്ണമായ വിശ്വാസത്തിൻ്റെ നിറവിലാണ് നമ്മൾ ജീവിക്കുക. അല്ലെങ്കിൽ ഒരു പകുതി താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെയാണോ പോയിക്കൊണ്ടിരിക്കുക? ഒന്ന് പ്രാർത്ഥിച്ചേക്കാം, ദൈവം കനിയുവാണെങ്കിൽ കനിയട്ടെ. ഒരു നൊവേന നടത്തിയേക്കാം, ദൈവം ഇടപെടുകയാണെങ്കിൽ ഇടപെടട്ടെ. അല്ലെങ്കിൽ ഒരു തീർത്ഥാടനം നടത്തിയേക്കാം, ദൈവം ഇടപെടുകയാണെങ്കിൽ ഇടപെടട്ടെ. അങ്ങനെയുള്ളൊരു മനോഭാവത്തോടു കൂടിയാണോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? അഥവാ പൂർണ്ണമായിട്ടുള്ള ശരണത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എന്നെ വഴി നടത്തും എന്നുള്ള ചിന്തയോടുകൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് ചിന്തിക്കാമോ? കുറവുകളുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയിൽ നിന്നും മാതൃകളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് യാത്ര തിരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വീണ്ടും പരിശുദ്ധ അമ്മയുടെ ജീവിതയാത്രയിലേക്ക് പോകുമ്പോൾ അവൾ ദൈവഭക്തി നിറഞ്ഞവളായിരുന്നു. വിശ്വാസം കഴിഞ്ഞതിന് ശേഷം ദൈവത്തിൻ്റെ ഭക്തിയിൽ അവൾ നിരന്തരം ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. കാരണം ദൈവത്തിൽ ആനന്ദം കൊള്ളുക എന്നുള്ളതായിരുന്നു അവളുടെ ഏറ്റവും സന്തോഷം നിറഞ്ഞ അവസ്ഥ എന്ന് പറഞ്ഞു വയ്ക്കുക. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ലൂക്കാസ് സുവിശേഷകൻ 1-ാം അധ്യായം 46-ഉം 47-ഉം തിരുവചനമാണ്. എന്തുകൊണ്ട് അവൾക്ക് ഇങ്ങനെ പറയുവാൻ സാധിച്ചത്? എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു എന്ന് പറഞ്ഞു വയ്ക്കണമെന്നുണ്ടെങ്കിൽ അവൾ ദൈവിക ഭക്തിയിൽ വളർന്നതുകൊണ്ട് തന്നെയാണ്. നമ്മളും ഒരുപാട് ഭക്ത അഭ്യാസങ്ങളൊക്കെ നടത്തുന്നവരാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, കൊന്ത ചെല്ലുന്നുണ്ട്, വണക്കമാസം ചെല്ലുന്നുണ്ട്, നൊവേനകളിൽ പങ്കുചേരുന്നുണ്ട്, അല്ലെങ്കിൽ തീർത്ഥാടനം നടത്തുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴും ദൈവികമായിട്ടുള്ള ഒരു ഭക്തി നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതോ വെറും പേരിന് വേണ്ടി മാത്രമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ നമ്മൾ യാത്ര തുടരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമാണ്, മറിയം അനുസരണം നിറഞ്ഞവളായിരുന്നു. പരിശുദ്ധ അമ്മ അനുസരണം നിറഞ്ഞവളായിരുന്നു. എന്തുകൊണ്ടാണ്? ഒരു വ്യക്തി എങ്ങനെ അനുസരണം ഉള്ളവൾ ആയിരിക്കണം അല്ലെങ്കിൽ ഉള്ളവൻ ആയിരിക്കണം എന്നുള്ളതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള പാഠപുസ്തകം എന്ന് പറഞ്ഞു വെക്കുന്നത് മറ്റാരുമല്ല, പരിശുദ്ധ അമ്മ തന്നെയാണ്. ഒരു പാഠപുസ്തകം തന്നെയാണ്, തുറന്ന ഒരു പാഠപുസ്തകം തന്നെയാണ് പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞു വെക്കുന്നത്. അതിലൊന്നാമത്തേത് മംഗളവാർത്ത. മംഗളവാർത്തയിൽ ദൂതൻ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനുസരണമുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അമ്മ എല്ലാം സ്വീകരിക്കുകയാണ് ഹൃദയത്തിലേക്ക്. വീണ്ടും രണ്ടാമത്തെ കാര്യം, ദൂതൻ നിർദ്ദേശിച്ചതുപോലെ ഈശോയ്ക്ക് അവര് പേരിടുന്നുണ്ട്. മറ്റെന്തെല്ലാം പേരുകൾ ഉണ്ടായിരുന്നു? ദൂതനാ നിർദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ജനിക്കുവാൻ പോകുന്ന കുഞ്ഞിന് യേശു എന്ന് പേരിടണം. വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്, അവർ ശിശുവിന് യേശു എന്ന് പേരിട്ടു എന്ന്. അപ്പോൾ ദൈവഹിതത്തിന് പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് അനുസരണത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളർന്നവളായിരുന്നു പരിശുദ്ധ അമ്മ. വീണ്ടും അവരുടെ ദാമ്പത്യ ജീവിതത്തിലോ ജോസഫ്, അവരുടെ ഭർത്താവായ ജോസഫിന് പരിപൂർണമായി കീഴ്വഴങ്ങിക്കൊണ്ട് അനുസരണത്തിൻ്റെ പൂർത്തീകരണത്തിലായിരുന്നു അവളും ജീവിച്ചു കൊണ്ടിരുന്നത്. വീണ്ടും വചനത്തോടുള്ള അനുസരണം, ദൈവ വചനത്തോടുള്ള അനുസരണം, ഇങ്ങനെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ നോക്കുകയാണെങ്കിൽ അനുസരണത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിലായിരുന്നു അവൾ ജീവിച്ചു കൊണ്ടിരുന്നത്. ബാലനായ യേശുവിനെ ദേവാലയത്തിൽ വെച്ച് നഷ്ടപ്പെട്ടപ്പോൾ ജോസഫും മറിയവും എന്തുമാത്രം വേദനിച്ചു. 3 ദിവസം എടുത്തു അവനെ ഒന്ന് കണ്ടെത്തുവാനായിട്ട്. കണ്ടെത്തി കഴിഞ്ഞപ്പോൾ യോസേപ്പിതാവും മറിയവും ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഈ പണി ചെയ്തേ? നീ എന്തുകൊണ്ടാണ് നീ ഞങ്ങളോട് ഈ പണി ചെയ്ത്? നിന്നെയെ അന്വേഷിച്ച് ഞാനും നിന്റെ പിതാവും 3 ദിവസമായി അന്വേഷിച്ച് നടക്കുകയാണെന്ന് പറയുമ്പോൾ ഈശോ പറഞ്ഞു വെക്കുന്നൊരു വചനമുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ കാര്യത്തിൽ ആകുലപ്പെടുന്നു? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാണ് എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന സ്വന്തം മകനെ ആ ജീവിതശൈലി അനുസരിച്ച് ജീവിക്കുവാനായി വിട്ടുകൊടുക്കുന്ന ദൈവഹിതത്തോടുള്ള അനുസരണം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ അമ്മയുടെ അനുസരണം നമ്മുടെയും അനുദിന ജീവിതത്തിൽ നമുക്ക് വർദ്ധിക്കുവാനായിട്ട് സാധിക്കും. അതിൽ യാതൊരു സംശയമില്ല.
ഭാര്യ ഭർത്താവിനോടും, ഭർത്താവ് ഭാര്യയോടും, മക്കള് മാതാപിതാക്കളോടും, മാതാപിതാക്കൾ മക്കളോടും, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും അനുസരണം എന്ന വാക്ക് എവിടെയൊക്കെ കടന്നു വരുന്നവോ അവിടെയൊക്കെ അനുസരണത്തോടു കൂടി ജീവിക്കുവാനായിട്ടൊന്ന് പരിശ്രമിച്ച് നോക്കിക്കേ. അനുസരണം എന്ന് പറയുന്നത് ഒരു വിട്ടുകൊടുക്കലാണ്, തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കലാണ്. ദൈവഹിതത്തിൻ്റെ പരിശുദ്ധ അമ്മ തന്നെ വിട്ടുകൊടുത്തതുപോലെ അനുസരണം എന്ന് പറഞ്ഞു വെക്കുന്നത് നമ്മളെ തന്നെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുകയാണ്. അവരുടെ നല്ല കീഴ്വഴക്കങ്ങൾക്ക് നമ്മളൊന്ന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിട്ടുകൊടുക്കുവാനുള്ള ഒരു മനോഭാവത്തിലേക്ക് കടന്നു വരണം. അവിടെ അനുസരണം പൂർത്തിയാക്കപ്പെടുകയാണ്. വീണ്ടും പരിശുദ്ധ അമ്മയുടെ ജീവിതം എന്ന് പറഞ്ഞു വെക്കുന്നത് ക്ഷമയുടെ ഒരു നിറകുടമാണ്. ക്ഷമയുടെ നിറകുടമാണ് അല്ലെ? ക്ഷമ എന്ന് പറഞ്ഞു വെക്കുന്നത് പലപ്പോഴും നമുക്കൊക്കെ ഇച്ചിരി കടുപ്പമുള്ളൊരു വാക്കാണ്. ക്ഷമിക്കാനും ക്ഷമിക്കപ്പെടുവാനും ക്ഷമ സ്വീകരിക്കുവാനും അതിന് ഒരു കൃപ തന്നെ ആവശ്യമാണ്. കൃപ തന്നെ ആവശ്യമാണ്. ഇന്നൊന്ന് ചിന്തിച്ചു നോക്കി, ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെ നമ്മളൊക്കെ എത്രയോ വ്യക്തികളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിൽ, നമ്മൾ വന്ന വഴികൾ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ നമ്മൾ ഒരുപാട് മുഖങ്ങൾ കാണുന്നുണ്ട്. പലരും അറിയാവുന്നവരായിരിക്കാം, അറിയത്തില്ലാത്തവരായിരിക്കാം. പക്ഷേ എങ്കിൽ ഇവിടെയൊക്കെ നമ്മൾ ഈ ഒരു ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ പലതും നമുക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായ കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ക്ഷമിക്കുവാനായിട്ട്, ദൈവഹിതത്തിനൊന്ന് വിട്ടുകൊടുക്കുവാനായിട്ട് നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? എന്തിനേറെ പറയുന്നു, പലപ്പോഴും പല കൗൺസിലിങ്ങുകളിലും കേൾക്കുന്ന ഒരു കാര്യമാണ്, അച്ഛാ എനിക്ക് ഒട്ടും ക്ഷമയില്ല, ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തിന് ഞാൻ പൊട്ടിത്തെറിക്കുകയാണ് അച്ഛാ, പിന്നീടാണ് ഞാൻ ചിന്തിക്കുന്നത് ഇതൊന്നും വേണ്ടായിരുന്നുവെന്ന്. ക്ഷമിക്കുവാനുള്ള ഒരു കൃപ എന്ന് പറയുന്നത് ദൈവിക ദാനം തന്നെയാണ്. ഓരോ സാഹചര്യത്തിനും അനുസരിച്ച് ഉചിതമായ വാക്കുകൾ സംസാരിച്ചുകൊണ്ട് കുടുംബത്തിലായാലും മറ്റു ജീവിത സാഹചര്യങ്ങളായാലും മുന്നോട്ട് പോകുവാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു കൃപയുടെ നിറവ് തന്നെയാണ്. അപ്പം പരിശുദ്ധമ്മയുടെ ജീവിതത്തിലും ഇതുപോലെ ക്ഷമയുടെ ഒരു വലിയ നിറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് എല്ലാം ദൈവഹിതമനുസരിച്ച് ചെയ്യുവാനും സാധിച്ചത്. ഏറ്റവും നല്ല പാഠമെന്ന് പറഞ്ഞു വയ്ക്കുക കുരിശിൻ്റെ ചുവട്ടിലെ അമ്മയാണ്. കുരിശിൻ്റെ ചുവട്ടിലെ അമ്മ, ആ അമ്മയെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ പലപ്പോഴും ധ്യാനിച്ചിട്ടുള്ളതാണ്. തൻ്റെ മകൻ അതിദാരുണമായി കൊല്ലപ്പെടുന്നത് തൻ്റെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് നിന്ന അമ്മ എങ്ങനെ ആ വ്യക്തികളോട് ക്ഷമിക്കുവാനായിട്ട് സാധിച്ചു. ആ യഹൂദരോട്, സൈനികരോട്, പടയാളികളോട്, അല്ലെങ്കിൽ യഹൂദ പ്രമാണികളോട്, പുരോഹിതരോട് എങ്ങനെ ആ പരിശുദ്ധ അമ്മയ്ക്ക് ക്ഷമിക്കുവാനായിട്ട് സാധിച്ചു? മറ്റൊന്നും കൊണ്ടുമല്ല, ഇത് ദൈവഹിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൾ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് തന്നെയാണ്. ഇനി വീണ്ടും ഈശോയും ഇതേ വാക്കുകൾ തന്നെ പറയുന്നില്ലേ കുരിശിൽ കിടന്നുകൊണ്ട്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ആകയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് പറഞ്ഞു വെക്കുന്ന ഈശോ. ഒരുപക്ഷെ ഈശോ ഈ കാര്യങ്ങളൊക്കെ എവിടുന്നാണ് പഠിച്ചു വെച്ച്? തൻ്റെ അമ്മയിൽ നിന്നാണ് പഠിച്ചു വെച്ചത്. കുഞ്ഞുനാൾ മുതൽ അമ്മയുടെ വിരൽത്തുമ്പിൽ തൂങ്ങി നടന്ന ഈശോ അമ്മയിൽ നിന്നും ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ പഠിച്ചത് കൊണ്ട് തന്നെയാണ് കാൽവരിയിലും മരണത്തിൻ്റെ അവസാന നിമിഷം പോലും പറഞ്ഞു വെക്കുക, പിതാവേ ഇവർ ചെയ്യുന്നത് ഇവരെന്താണെന്ന് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഒപ്പം തന്നെ തൻ്റെ കൂടെ തന്നെ കുരിശിൽ തറയ്ക്കപ്പെട്ട കള്ളന് പ്രതീക്ഷ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നല്ല കള്ളൻ പറഞ്ഞു വെക്കുന്നുണ്ട്, ഇന്ന് നീ പർദീസയിലായിരിക്കുമ്പം എന്നെയും കൂടി ഓർക്കണമേ എന്നാ പറഞ്ഞു വയ്ക്കുക. ഓർക്കണമേ എന്നൊരു വാക്കേ പറഞ്ഞുള്ളൂ. പർദീസായിൽ എന്നെയും കൂടി ഓർക്കണമേ, കൊണ്ടുപോകാൻ പറഞ്ഞിട്ടില്ല, ഒന്ന് ഓർത്തേക്കണമേ എന്ന് പറഞ്ഞു. ഒന്ന് ഓർക്കാൻ പറഞ്ഞപ്പോഴും തന്നെ ഈശോ പറഞ്ഞു വയ്ക്കുന്നത് എന്താണ്? നീ ഇന്ന് എൻ്റെ കൂടെ ആയിരിക്കും, ഇന്ന് നീ എൻ്റെ കൂടെ പർദീസയിലായിരിക്കും. അതുവരെയും ആ കള്ളൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ അകൃത്യങ്ങളും തമ്പുരാൻ പരിപൂർണമായിട്ട് ക്ഷമിച്ചു. ക്ഷമയുടെ ഒരു പൂർത്തീകരണമായിരുന്നു അവിടെ സംഭവിച്ചത്. ഇതൊക്കെ ഈശോ എവിടുന്നാ പഠിച്ച്? പരിശുദ്ധാമ്മയിൽ നിന്നല്ലേ? മാതാപിതാക്കളായ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുമ്പോൾ ഈ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ ക്ഷമയെക്കുറിച്ചുള്ള കുറച്ച് ധ്യാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, സുഹൃത്തുക്കൾ ചിന്തിക്കുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾക്ക് നൽകുന്ന പാഠം എന്താണ്? നമുക്ക് എല്ലാവരോടും പരിപൂർണമായിട്ട് ക്ഷമിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ക്ഷമയാകുന്ന പുണ്യത്തിൻ്റെ നിറവിലാണോ നമുക്ക് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. മെയ് മാസ വണക്കം പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ഒരു മാസം. അമ്മയോടൊപ്പം നമ്മൾ യാത്ര തുടരുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം, അമ്മ നിന്നേൽ വിളങ്ങിയിരുന്ന ക്ഷമ എന്ന പുണ്യം, ക്ഷമ എന്ന പുണ്യത്താൽ എന്നെ നിറയ്ക്കണമേ, എൻ്റെ കുടുംബത്തെ നിറയ്ക്കണമേ, എൻ്റെ ജീവിത സാഹചര്യങ്ങളെ നിറയ്ക്കണമെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ യാത്ര തുടരുമ്പോൾ
നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കും, ഇങ്ങനെ ഒരുപാട് കൃപകളാൽ നിറഞ്ഞവളായിരുന്നു പരിശുദ്ധ മറിയം. പക്ഷേ എങ്കിൽ അവളുടെ ജീവിതത്തിൽ ഒരുപാട് വ്യാകുലങ്ങളുണ്ടായിരുന്നു, വേദനകളുണ്ടായിരുന്നു, സങ്കടങ്ങളുണ്ടായിരുന്നു. സങ്കടവും വേദനയും ഇല്ലാത്ത ഒരു ജീവിതം പോലുമില്ല. ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സംപ്രീതി കണ്ടെത്തണമെന്നുണ്ടോ, വിശുദ്ധിയോടുകൂടി ജീവിക്കണമെന്നുണ്ടോ, സഹനങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. അതിൽ യാതൊരു സംശയമില്ല. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ തീവ്രമായിട്ടുള്ള വേദനകൾ, ദുഃഖങ്ങൾ, വ്യാകുലങ്ങൾ അമ്മയുടെ കൂടപ്പിറപ്പായിരുന്നു. അമ്മയുടെ ഈ മംഗളവാർത്ത കാലം മുതൽ പിന്നെ അങ്ങോട്ടൊരു സാഗരം തന്നെയായിരുന്നു, ഒരു കടൽ തന്നെയായിരുന്നു, ദുഃഖങ്ങളുടെ ഒരു സാഗരം തന്നെയായിരുന്നു അമ്മയുടെ കൂടപ്പിറപ്പായിട്ടുണ്ടായിരുന്നത്. അത് ഏറ്റവും ആദ്യത്തേതെന്ന് പറയുക, ദൂതനോട് സമ്മതം മൂളിയതാണ്. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാകുന്നു, നിന്റെ ഉദരഫലവും അനുഗ്രഹീത ആയതിനാൽ നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കുമെന്ന് പറഞ്ഞ ആ വാക്കിനോട് അവൾ സമ്മതം മൂളിയ ആ നിമിഷം മുതൽ അവളുടെ ജീവിതത്തിൽ സങ്കടങ്ങളുടെ ആരംഭം കുറിക്കുകയായിരുന്നു. ഏറ്റവും ആദ്യം അവളുടെ സങ്കടമെന്ന് പറയുക ഭർത്താവിനാൽ സംശയിക്കപ്പെട്ടതായിരുന്നു. ഇന്നിൻ്റെ ഈ ലോകത്തിൽ ഭർത്താവ് സംശയിക്കുന്ന ഭാര്യമാരുണ്ടാകാം, ഭാര്യമാരെ സംശയിക്കുന്ന ഭർത്താക്കന്മാർ, ഭർത്താവിനെ സംശയിക്കുന്ന ഭാര്യമാർ. ഒന്ന് ചിന്തിച്ചു നോക്കി, എന്തൊരു വേദനാജനകമായൊരു അവസ്ഥയാണല്ലേ. പരസ്പര വിശ്വാസമില്ലാതെ സംശയത്തിന് നിഴലിൽ കൂടെ എല്ലാം കാണുകയും കുറ്റപ്പെടുത്തുകയും പറ്റുമ്പോഴൊക്കെ കുത്തി നോവിക്കുകയും ചെയ്യുന്ന എത്രയോ മനുഷ്യജന്മങ്ങളുണ്ട് നമ്മുടെയൊക്കെ ഇടയിൽ. പരിശുദ്ധ അമ്മയ്ക്കും ആ ഒരു ജീവിത സാഹചര്യമായിരുന്നു. തൻ്റെ ഭർത്താവ് തന്നെ സംശയിക്കുന്നു എന്നുള്ളൊരു ചിന്ത. പക്ഷെങ്കിൽ അവൾ അവിടെ തളർന്നില്ല. കാരണം അവളുടെ ജീവിതം വിശുദ്ധി നിറഞ്ഞതായിരുന്നു, ദൈവികതമായിരുന്നു അവൾ സ്വീകരിച്ചത്. അതുകൊണ്ട് അവൾ സങ്കടപ്പെട്ടില്ല. അതിനാൽ ജോസഫിനോട് ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്, നിന്റെ ഭാര്യയെ നീ സ്വീകരിക്കുവാനായിട്ട് ശങ്കിക്കപ്പെടേണ്ട ആവശ്യമില്ല, കാരണം അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അവിടെ അവിശ്വസതയ്ക്കോ വേദനയ്ക്കോ അല്ലെങ്കിൽ വിഷമത്തിനോ കാര്യമില്ല. ദൈവഹിതമാണ് നിന്റെ ഭാര്യയിൽ നടക്കുന്നതെന്ന് ദൂതൻ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയം കുളിർമയുള്ളതായി മാറ്റപ്പെട്ടു, വിശ്വാസം നിറഞ്ഞതായി മാറ്റപ്പെട്ടു. അവളുടെ വേദനയിൽ അവൾക്ക് ആശ്വാസം കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയായിരുന്നു. വീണ്ടും നിറവേറുമായി പോയ പരിശുദ്ധ അമ്മ അവളുടെ കടിഞ്ഞൂൽ പുത്രനെ ഒന്ന് പ്രസവിക്കുവാൻ അവൾക്ക് എവിടെയെങ്കിലും ഇടം കിട്ടിയോ? സത്രത്തിൽ ഇടം കിട്ടിയോ? ഇല്ല. മറ്റു വീടുകളുണ്ടായിരുന്നു, ഇടം കിട്ടിയോ? ഇല്ല. അവൾ എന്നിട്ട് എങ്ങോട്ടാ പോയേ? അടുത്തുള്ള തൊഴുത്തിലേക്ക് പശുവിനെയും ആടുകളെയും കെട്ടിയിരുന്ന തൊഴുത്തിൽ അവൾ പ്രസവിച്ചതോ കച്ചയുടെ മുകളിലേക്കാണ് ഈശോയെ പ്രസവിച്ചത്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഒരു നിറവയറുമായി പോകുന്ന ഒരു ഗർഭിണിയുടെ ജീവിതത്തിൻ്റെ ദുഃഖം. ഇന്നത്തെ കാലത്താണെങ്കിൽ ഉടനെ വണ്ടിയെടുത്തു അല്ലെങ്കിൽ ആംബുലൻസ് വിളിച്ചു, പ്രസവത്തിന് ഒരാഴ്ച മുമ്പേ ഹോസ്പിറ്റലിൽ പോകുന്നു, വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നു, പ്രസവിക്കേണ്ട സമയം പ്രസവിച്ചില്ലെങ്കിൽ ഉടനെ സിസേറിയൻ നടത്തുന്നു, കുഞ്ഞിനെ എടുക്കുന്നു, എന്തെല്ലാം സജ്ജീകരണങ്ങളാണ്. പക്ഷെങ്കിൽ അന്ന് പരിശുദ്ധ അമ്മ അവൾ അനുഭവിച്ചൊരു വേദന, വ്യാകുലം, സങ്കടം നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? തൻ്റെ കുഞ്ഞിനെ ഒന്ന് കടിഞ്ഞൂൽ പുത്രനെ ഒന്ന് പ്രസവിക്കാൻ പോലും സ്ഥലമില്ലാതെ വിഷമിച്ചവൾ. പക്ഷെങ്കിൽ അവിടെ ഒന്നും സങ്കടപ്പെടുന്നില്ല, അല്ലെങ്കിൽ മറുത്തലയ്ക്കുന്നില്ല, കർത്താവിനോട് ദേഷ്യപ്പെടുന്നില്ല. ദൈവഹിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഉൾക്കൊള്ളുന്ന പരിശുദ്ധ അമ്മയുടെ ജീവിത രീതി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. 8-ാം ദിവസം ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ ശിമയോൻ പറഞ്ഞു വെക്കുന്നുണ്ട്, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകുമെന്ന്. 12-ാം വയസ്സിൽ ഈശോയെ ദേവാലയത്തിൽ നഷ്ടപ്പെടുമ്പോഴും അവളുടെ ഹൃദയം നുറുങ്ങി വേദനയാൽ പിടയുകയായിരുന്നു. വീണ്ടും അവൻ്റെ പരസ്യ ജീവിതകാലത്ത് അവൻ ഓരോ സ്ഥലങ്ങളിലും പോയി സുവിശേഷം പ്രസംഗിച്ച് വചന ശുശ്രൂഷ നടത്തി രോഗികളെ സൗഖ്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും അതിൻ്റെ പുറകിൽ അവനെ കൊല്ലുവാനായി കോപ്പുകൂട്ടുന്ന ഒരു ജനത്തിൻ്റെ മനസ്സും അവൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. അവിടെയും അമ്മ അനുഭവിക്കുക മറ്റൊന്നുമല്ല, വേദനയായിരുന്നു. വീണ്ടും കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്ന ഈശോയുടെ മുഖമൊന്ന് ചിന്തിച്ച് നോക്കി. പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. ചാട്ടവാറടി എരിയേറ്റ് പുറത്തെ തോലെല്ലാം പൊട്ടി രക്തം ഒലിച്ച്, ഇനി രക്തം ഒലിക്കുവാൻ സ്ഥലങ്ങളൊന്നുമില്ല, അതുപോലെ വികൃതമായിട്ടൊരു ശരീരം, തലയിൽ മുൾമുടി, ആ മുൾമുടി അടിച്ചിറക്കുകയും ചെയ്തു. അവിടെ നിന്നെല്ലാം രക്തം കിനിഞ്ഞ് മുഖത്തേക്ക് ഒഴുകി അവന് കണ്ണുപോലും കാണാത്ത അവസ്ഥ. എന്നിട്ടോ അവൻ്റെ മുകളിൽ അവൻ്റെ ചുമലിൽ ഭാരമുള്ളൊരു കുരിശും വെച്ചു കൊടുത്തിട്ട് നടക്കട മുകളിലേക്ക് എന്നാ പറയുക. അടിച്ചടിച്ചാണ് അവനെ കാലുവരിയിലേക്ക് കൊണ്ടുപോയത്. ഇതെല്ലാം മൂകമായി കണ്ടു നിൽക്കുന്ന അമ്മയുടെ വേദന, വ്യാകുലം ചിന്തിക്കുവാനാണ് സാധിക്കുമോ?
ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന അപ്പച്ചന്മാരോ അമ്മച്ചിമാരോ ഒക്കെ ആ കാലത്തിൽ മക്കൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേദന നിങ്ങൾക്കറിയാം. ഒരുപക്ഷെ നിങ്ങൾ തമ്പുരാനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ദൈവമേ എന്നോട് നീ ഇത് ചെയ്തത്? യുവത്വത്തിൻ്റെ നിറകുടത്തിൽ നിൽക്കുമ്പോഴും എന്ത് കാരണമായിക്കൊള്ളട്ടെ മക്കളെ നഷ്ടപ്പെടുന്ന ഒരപ്പൻ്റെ അമ്മയുടെ വേദന നിങ്ങൾക്കറിയാം. അതിൻ്റെ 100 ഇരട്ടിയായിരുന്നു പരിശുദ്ധ അമ്മ അന്ന് ആ കാൽവലിയിൽ അനുഭവിച്ചത്. ജനസാഗരത്തിൻ്റെ മുമ്പിൽ ആണികളാൽ നിന്ദിക്കപ്പെട്ട് എല്ലാവരുടെ മുമ്പിൽ കുരിശിൽ ആണികളാൽ തറയ്ക്കപ്പെട്ടപ്പോൾ അമ്മ അനുഭവിച്ച വേദന. വീണ്ടും ചേതനയേറ്റ അമ്മയുടെ ശരീരം, മകൻ്റെ ശരീരം അമ്മയുടെ മടിയിൽ കിടത്തിയപ്പോൾ ഒരിറ്റ് കണ്ണീര് പോലും അമ്മ കണ്ണിൽ നിന്നും വീഴിക്കുന്നില്ല. എല്ലാം മൂകമായി ഉള്ളിൻ്റെ ഉള്ളിൽ വേദനയോടുകൂടി സംഗ്രഹിക്കുന്ന അമ്മയുടെ ഒരു മനോഭാവം ചിന്തിച്ചു നോക്കിക്കേ. ഇതാണ് പരിശുദ്ധ അമ്മ എന്ന് പറഞ്ഞു വെക്കുക. ഈ ഒരു മെയ് മാസം അമ്മയുടെ വഴിയിലൂടെ നമ്മൾ വണക്കമാസത്തിലൂടെ യാത്ര തുടരുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം. വിശുദ്ധ മാർഗരേറ്റ മാരി വയ്ക്കുന്നുണ്ട്, കുരിശുകളും അധിക്ഷേപങ്ങളും ദുഃഖങ്ങളും വ്യാകുലങ്ങളും യേശുവിനെ സ്നേഹിക്കുന്നവരുടെ കൂടപ്പിറപ്പാണ്. യേശുവിനെ സ്നേഹിക്കുന്നവരുടെ കൂടപ്പിറപ്പാണ് കുരിശുകൾ, അധിക്ഷേപങ്ങൾ, സങ്കടങ്ങൾ, ദുരിതങ്ങൾ. പറഞ്ഞു വയ്ക്കുന്നത് മറ്റാരുമല്ല, വിശുദ്ധ മാർഗരറ്റ് മേരിയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു ധ്യാനചിന്തയുടെ അവസാന നിമിഷങ്ങളിൽ നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം. പരിശുദ്ധ അമ്മയെ പോലെ ഈ ഒരു മെയ് മാസത്തിലെ വണക്കത്തിലൂടെ നമ്മൾ യാത്ര തുടരുമ്പോൾ വിശുദ്ധി നിറഞ്ഞ മക്കളായി ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കാം. വിവേകമുള്ള വ്യക്തിത്വങ്ങളായി മാറുവാനായിട്ട് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയെ പോലെ എളിമ നിറഞ്ഞ നല്ല വ്യക്തികളായി മാറുവാനായിട്ട് അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. അമ്മയെപ്പോലെ വിശ്വസ്തതയിൽ, ദൈവഗതത്തിന് പരിപൂർണമായി തങ്ങളെ തന്നെ വിട്ടുകൊണ്ടുകൊണ്ട് വിശ്വസ്തയോടുകൂടി ദൈവഭക്തിയിൽ വളരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അനുസരണമുള്ളവരായി വളരുവാനായിട്ട് ശ്രമിക്കാം. ഒപ്പം തന്നെ ക്ഷമയുടെ പൂർത്തീകരണത്തിലേക്ക് നമ്മളെ എത്തിക്കുവാനായിട്ട് ദൈവകൃപയ്ക്കായിട്ട് യാചിക്കാം. ഏറ്റവും അവസാനം സങ്കടങ്ങൾ, വേദനകൾ, ദുരിതങ്ങൾ, വ്യാകുലങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ഇതൊക്കെ ദൈവം എന്നെ വിശുദ്ധീകരിക്കുവാനായി തരുന്ന ചെറിയ കുരിശുകളാണെന്ന ചിന്തയോടുകൂടി എല്ലാത്തിനെയും സ്വീകരിച്ചുകൊണ്ട് ദൈവമഹത്തിലേക്ക് യാത്ര തുടരുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാമ്മയും നമ്മൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ധ്യാനചിന്ത നമുക്ക് അവസാനിക്കാം. നമുക്കെല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാമ്മയോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഈ 1 മണിക്കൂർ സമയം നിന്നെക്കുറിച്ച് ധ്യാനിക്കുവാനും ഞങ്ങളോടൊപ്പം ആയിരുന്നു എന്ന പരിശുദ്ധ അമ്മേ മാതാവേ, നിന്റെ തിരുക്കുമാരൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഈ മെയ് മാസം നിനക്കായി മാറ്റവെട്ടിക്കുമ്പോൾ അമ്മേ മാതാവേ, നിന്നിൽ വിളഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കൾ ഞങ്ങളുടെ ഈ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുവാനായിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.